ഹായ് കൂട്ടുകാരെ, കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ചെറിയൊരു യാത്രയിലാണ് ഉള്ളത്. ഇന്ന് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ യാത്രയിൽ ആനക്കുളം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് നേര്യമംഗലം പാലം കഴിഞ്ഞ ശേഷം ആദ്യത്തെ ഇടത്തോട്ടുള്ള വഴിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എറണാകുളത്തു നിന്നും വരുന്നവർക്ക് നേര്യമംഗലം പാലം കടക്കാതെ തന്നെ മറ്റൊരു വഴിയും കൂടിയുണ്ട്. പൊന്നേക്കാട് ജംഗ്ഷൻ വഴി കോതമംഗലം തട്ടേക്കാട് റോഡിലൂടെ പുന്നേക്കാട് കവലയിലെത്തിയ ശേഷം അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പാലമുറ്റം വഴി ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ മറുഭാഗത്ത് എത്തിച്ചേരാം. നേര്യമംഗലം ബ്രിഡ്ജ് കഴിഞ്ഞ ശേഷം 8 കിലോമീറ്ററാണ് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കാണിക്കുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വനമേഖലയിലൂടെയാണ്. കയറുന്ന വഴിയിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. മിക്ക വീടിൻ്റെ ഫ്രണ്ടിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ആനയും മറ്റ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇത് വനവും ജനവാസ മേഖലയും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ പലപ്പോഴും ഇവിടത്തെക്കുറിച്ച് പല വാർത്തകളും കേട്ടിട്ടുണ്ട്, ആന ഇറങ്ങുന്നതും ആന ശല്യമൊക്കെ. എന്തായാലും പകൽ സമയമായതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. ഒപ്പം ഫാമിലിയും ഉണ്ട്. നമ്മളവിടെ പോയപ്പോ ഒരു കുത്തനെയുള്ള പാറയുടെ താഴേക്ക് ഇറങ്ങി പോയില്ലേ മറ്റേയാള്, നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞില്ലേ? ഇതുപോലെ നല്ല റോഡാണെങ്കിൽ നമുക്ക് മാമലക്കണ്ടം വഴി പോകുന്ന റോഡ് നല്ല ഇതുപോലത്തെ റോഡാണെങ്കിൽ പിന്നെ അവിടെ ബസ് ചെയ്തിട്ടുണ്ട്. അത് ഇലക്ഷൻ്റെ അതുകൊണ്ട് ഇവിടെ ഫെൻസിങ്ങിന്റെ കളിയല്ല. വലിയ ഭാരമുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകളായിട്ടാണ് തൂക്കുപാലത്തിൻ്റെ സ്റ്റീൽ വയർ റോപ്പ് ബന്ധിച്ചിരിക്കുന്നത്. ഗാൽവനൈസ്ഡ് കോട്ടിംഗ് ആയതുകൊണ്ട് തുരുമ്പെടുക്കില്ല. ഇത് ഈർപ്പമുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഗാൽവനൈസ്ഡ് കോട്ടിംഗ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കാൽനട തൂക്കുപാലം. ഏകദേശം 25ഓളം പേർക്കാണ് ഒരേ സമയം പാലത്തിലൂടെ യാത്ര ചെയ്യാനുള്ള അനുമതിയുള്ളത്. 183 മുതൽ 155 മീറ്റർ വരെയാണ് പാലത്തിൻ്റെ നീളം. കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപ്പാറയെയും കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയെയും തമ്മിൽ ഈ പാലം ബന്ധിപ്പിക്കുന്നു. 2012 പൊതുജനങ്ങൾക്കായിട്ട് പാലം തുറന്നുകൊടുത്തത്. പാലത്തിന് മുകളിൽ നിന്നാൽ പെരിയാർ നദിയുടെയും ചുറ്റുമുള്ള അതിമനോഹരമായ വനമേഖലയുടെയും ദൃശ്യം കാണാൻ സാധിക്കും. ഇത് ശരിക്കും വേറിട്ട ഒരു അനുഭവം തന്നെയാണ്.